KSRTCയിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇത്. ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുന്നത് ട്രെയിനർ തസ്തികയിലെ ഇന്റർവ്യൂവിന് ഇടയാണ്. BMSന്റെയും TDFന്റെയും നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം. പിൻവാതിൽ നിയമനത്തിന് നീക്കം നടക്കുന്നു എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. ഇതിൽ പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ KSRTCയിലെ BMS TDF സംഘടനകൾ. ആ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ഉമേഷ്, എന്താണ് ഇവരുടെ ആവശ്യം? ഉന്മേഷ്, ഇപ്പോൾ KSRTC ചീഫ് ഓഫീസിന് അകത്ത്, അതായത് MDയുടെ ഓഫീസിന് മുന്നിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഇന്നിപ്പോൾ KSRTC ഡ്രൈവർ ട്രെയിനി പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുകയാണ്. അത് വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് അത്തരമൊരു ഇന്റർവ്യൂ നടക്കുന്നതെന്നാണ് ഇന്റർവ്യൂ ക്ഷണിച്ചിരുന്നത്. അതായത് വിരമിച്ച ഡ്രൈവർമാർക്കാണ്. ആ വിരമിച്ച ഡ്രൈവർമാരെ ഇന്റർവ്യൂ ക്ഷണിച്ചത് പിൻവാതിൽ നിയമനത്തിന് വേണ്ടിയാണ് എന്നാണ് ആക്ഷേപം. നിലവിൽ TDFും തൊട്ടപ്പുറത്ത് BMSും ഒരേ രീതിയിൽ സമരം നടത്തുന്നുണ്ട്. KSRTC MDയുടെ ഓഫീസിന് മുന്നിലാണ് ഈ പ്രതിഷേധം. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് ഈ ഒരു സമരത്തിൽ? നമ്മളെ സംബന്ധിച്ചിടത്തോളം KSRTCയിൽ മരിച്ചുപോയ ജീവനക്കാരുടെ ആശ്രിത നിയമനം പോലും നടക്കാത്ത സാഹചര്യത്തിൽ പെൻഷൻ പറ്റിയ സഖാക്കളെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ PSC ആൾക്കാരെ നിയമിക്കുന്നില്ല. KSRTCയിൽ മരിച്ചുപോയ ജീവനക്കാരുടെ ആശ്രിതർക്ക് നിയമനം കൊടുക്കാതെ സഖാക്കന്മാരെ പിൻവാതിൽ കൂടെ കുത്തി നിറയ്ക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ നടക്കുന്നത്. അത് ഏതൊരു കാരണവശാലും ഇനി BMS ഒരു ഭാഗത്ത് സമരം നടത്തുന്നുണ്ട്. BMS എന്താണ് ഒരു പ്രതിഷേധത്തിന് ഇതേ ആവശ്യം തന്നെയാണോ? അല്ല, വിഷയത്തില് ഇപ്പോ KSRTCയിൽ നിന്ന് പെൻഷൻ പറ്റിയ വെഹിക്കിൾ സൂപ്പർവൈസർമാരായിട്ടുള്ള KSRTCയിൽ നിന്ന് പെൻഷൻ പറ്റിയ KSRTCയിൽ നിന്ന് പെൻഷൻ പറ്റിയ വെഹിക്കിൾ സൂപ്പർവൈസർമാരായിട്ടുള്ള ആളുകളെ വീണ്ടും ട്രെയിനറായി നിയമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ട്രെയിനറായി നിയമിക്കുന്ന ഒരു സംവിധാനം ഇതൊരു ചെറിയ കാര്യമല്ല. ശരി ഉമേഷ്, ഏതായാലും KSRTCയിലാണ് ഇപ്പോൾ പിൻവാതിൽ നിയമനമെന്ന് ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നത്.